ഓം നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ആളെന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്നാൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കത് ഉപയോഗപ്രദമായി തീരുകയുള്ളൂ. ഇന്നത്തെ വീഡിയോയിലെ വിഷയം ഹസ്തരേഖാശാസ്ത്രത്തെക്കുറിച്ചാണ്. എല്ലാവർക്കും അറിയാം, നമ്മുടെ കൈപ്പത്തിയിൽ സാധാരണ ഉള്ളതും കാലാകാലങ്ങളായിട്ട് തെളിഞ്ഞു വരുന്നതുമായ വിവിധ തരം രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഫലപ്രഖ്യാപനം നടത്തുന്ന ഒരു രീതി ആണ് ഹസ്തരേഖാശാസ്ത്രം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ഫലങ്ങൾ ഹസ്തരേഖ ഉപയോഗിച്ച് പ്രവചിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. ഗ്രഹനക്ഷത്രങ്ങളുടെ പ്രഭാവം മുഖാന്തിരം ഒരാളിൻ്റെ ശരീരപ്രകൃതി, സ്വഭാവം, വിരലുകളുടെ ഘടന, കൈവെള്ളകൾ, രേഖകൾ, കൈപ്പത്തിയിലെ പലതരം ചിഹ്നങ്ങൾ എന്നിവയൊക്കെ പലരിലും വ്യത്യസ്തങ്ങളായിരിക്കും. ഭാരതമാണ് ഹസ്തരേഖാശാസ്ത്രത്തിൻ്റെ ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത്. ഇവിടെ ഗർഭാശയത്തിനുള്ളിൽ തന്നെ ഭ്രൂണം പൂർണ്ണരൂപം കൈക്കൊള്ളുമ്പോൾ ഹസ്തരേഖകൾ പ്രത്യക്ഷമാകുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. 7 വർഷത്തിലൊരിക്കൽ രേഖകൾക്ക് മാറ്റം സംഭവിക്കുമെന്നും ഹസ്തരേഖാശാസ്ത്രത്തിൽ അവകാശപ്പെടുന്നു. ഗൃഹനക്ഷത്രങ്ങളാണ് ഈ വ്യത്യസ്തതകൾക്ക് കാരണം എന്ന് പറയുന്നത്. രേഖകൾക്ക് പൂർണ്ണമായ മാറ്റമല്ല ഇവിടെ സംഭവിക്കുന്നത്. രേഖകൾ മുറിയുകയോ തേയ്മാനം സംഭവിക്കുകയോ പുതിയ അടയാളങ്ങൾ ഉണ്ടാകുകയോ ചെയ്യുന്നു എന്നുള്ളതാണ്. കൂടാതെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് കൈവെള്ളയിൽ പലതരം പുതിയ അടയാളങ്ങളും പ്രത്യക്ഷപ്പെടുന്നതാണ്. ഈ പ്രത്യക്ഷപ്പെടുന്ന അടയാളങ്ങളുടെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇവിടെ ഗ്രഹങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത്, അതായത് സൗരയൂഥവുമായി ബന്ധപ്പെട്ട ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, ബുധൻ, ചന്ദ്രൻ, ഭൂമി എന്നിവയാണ് ഗ്രഹസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന സപ്തഗ്രഹങ്ങളാണ് ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ഇവ കൂടാതെ തന്നെ രാഹു, കേതു എന്ന് 2 സാങ്കല്പിക ഗ്രഹങ്ങൾ കൂടി പറയുന്നുണ്ട്. 9 ഗ്രഹങ്ങളും 27 നക്ഷത്രങ്ങളും സഞ്ചരിക്കുന്നത് രാശിചക്രത്തിലാണ്. ഈ രാശിചക്രത്തെ 12 ഭാഗങ്ങളായി വേർതിരിക്കുന്നു. ഇത് 12 മാസങ്ങളായി ഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ രാശിചക്രത്തിലെ ആദ്യ രാശി മേടവും അവസാനത്തെ രാശി മീനവുമാണ്. ഈ രാശിചക്രത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഒന്നുകൂടി പറയാം. സൂര്യൻ, ചന്ദ്രൻ, കുജൻ എന്ന് പറയുമ്പോൾ ചൊവ്വ, ബുധൻ, ഗുരു എന്ന് പറയുമ്പോൾ വ്യാഴൻ, ശുക്രൻ, ശനി, രാഹു, കേതു എന്നിവയാണ്. ഇനി കൈവെള്ളയുടെ ഉള്ളിൽ വരുന്ന മണ്ഡലങ്ങൾ ഏതെന്ന് നോക്കാം. ഒന്നാമതായി ശുക്രമണ്ഡലം, വ്യാഴമണ്ഡലം, ശനിമണ്ഡലം, സൂര്യമണ്ഡലം, ബുധമണ്ഡലം, 2ാം കുജമണ്ഡലം, ചന്ദ്രമണ്ഡലം, 1ാം കുജമണ്ഡലം, രാഹു, കേതു മണ്ഡലം എന്നിവയാണ് കൈവെള്ളയിൽ വരുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. ഇതിലെ 9 മണ്ഡലങ്ങളിൽ ചൊവ്വാമണ്ഡലം ഇരട്ടിക്കുന്നതായിട്ട് കാണാം. ഈ ചൊവ്വാമണ്ഡലത്തെ 1ാം കുജമണ്ഡലമെന്നും 2ാം കുജമണ്ഡലമെന്നുമാണ് പറയുന്നത്. എന്നാൽ രാഹുവിനും കേതുവും അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നില്ല. ഇവിടെ ശുക്രമണ്ഡലം നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം എന്താണെന്നുള്ളത്. പെരുവിരലിൻ്റെ ചുവട്ടിലായി കാണുന്നതാണ് ശുക്രമണ്ഡലം. ഞാൻ ഇവിടുത്തെ കാണിച്ചിട്ടുള്ള പിക്ചറിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ് ശുക്രമണ്ഡലം ഏത് ഭാഗത്തായിട്ട് വരുമെന്നുള്ളത്. അപ്പോൾ ഈ ശുക്രമണ്ഡലത്തിന് വലിപ്പം കൂടുതലുള്ളവൻ, ആരോഗ്യവാനും വളരെയധികം വലിപ്പമുള്ളയാളാണെങ്കിൽ, വ്യാസമുള്ളയാളാണെങ്കിൽ കാമചാരിയും ധനികനുമായിരിക്കും എന്നുള്ളതും, തീരെ ചെറിയ ആയിട്ടുള്ള പുരുഷൻ ആരോഗ്യഹീനനും ദരിദ്രനുമായിരിക്കും. ഇത് നല്ല രീതിയിൽ വീർത്തിരുന്നാൽ, മുകളിലോട്ട് ഉയർന്നിരുന്നാൽ അവൻ കലാഹൃദയനും താണിരുന്നാൽ ദരിദ്രനുമായി തീരും. സംഗീതവാസന, കരുണ, ഭാര്യയോടുള്ള താല്പര്യം മുതലായ ഗുണങ്ങളുള്ള പുരുഷന്
ശുക്രമണ്ഡലം മിതമായ വലിപ്പത്തിൽ മാംസളമായി നിൽക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുക. പുരുഷൻ്റെ വലത് കൈയും സ്ത്രീയുടെ ഇടത് കൈയും നോക്കിയിട്ടാണ് മണ്ഡലങ്ങളുടെയും രേഖകളുടെയും ബലം നിശ്ചയിക്കാനുള്ളത്. സ്ത്രീയുടെ കയ്യിലെ ശുക്രമണ്ഡലം അധികം തടിച്ചതോ അധികം വ്യാസമുള്ളതോ ആയിരുന്നാൽ അവൾ ധനികയായിരിക്കും, ഗണികയായിരിക്കും എന്നുള്ളതാണ്. ബാക്കിയുള്ള ഫലങ്ങളൊക്കെ പുരുഷന് പറഞ്ഞതുപോലെ തന്നെയായിരിക്കും ഭവിക്കുന്നത്. ഇനി അടുത്ത് വരുന്നത് കുജമണ്ഡലമാണ്. കുജമണ്ഡലം വരുന്നത് അല്ലെങ്കിൽ ചൊവ്വാമണ്ഡലം, ഇതിന് 2 സ്ഥാനങ്ങൾ കയ്യിലുണ്ട്. ഇതിൽ ഒന്നാമത്തേത് പുരുഷന് ധൈര്യത്തെയും പ്രവർത്തികളിൽ സാമർഥ്യത്തെയും സൂചിപ്പിക്കുന്നു. സ്ത്രീക്കാണെങ്കിൽ അഹങ്കാരവും ധനസമൃദ്ധിയുമാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തേത് പുരുഷന്മാരുടെ ഹൃദയവിശാലതയെയും സൂക്ഷ്മബുദ്ധിയെയും ആണ് സൂചിപ്പിക്കുന്നത്. ഇത് സ്ത്രീയിലോട്ട് വരുമ്പോൾ ഗർവിഷ്ഠയും വായാടിയുമായിരിക്കും എന്നുള്ളതാണ്. ഈ മണ്ഡലം 2 ഭാഗത്തും ഉയർന്നതാണെങ്കിൽ അവർ കലഹപ്രിയരാണ്. ഒന്നാമത്തേത് താണും രണ്ടാമത്തേത് ഉയർന്നുമിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർ സഹനശക്തിയും ദയയും ഉള്ളവരായിരിക്കും എന്നുള്ളതുകൂടി മനസ്സിലാക്കുക. അടുത്ത് വ്യാഴമണ്ഡലം. വ്യാഴമണ്ഡലം ഉന്നതമായ വ്യാഴമണ്ഡലമുള്ള സ്ത്രീ പുരുഷന്മാർ അധികാരവും അന്തസ്സുമുള്ള ഉദ്യോഗത്തിൽ നിലകൊള്ളും എന്നുള്ളതും, ഈ വ്യാഴമണ്ഡലം തീരെ പരന്നിരുന്നാൽ ധനനാശവും മാനഹാനിയും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതുമാണ് ഫലം സൂചിപ്പിക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് ശനിമണ്ഡലമാണ്. ശനിമണ്ഡലം മിതമായി ഉയർന്നിരുന്നാൽ ആ സ്ത്രീ പുരുഷന്മാർക്ക് സ്ഥിരോത്സാഹം, ധനശക്തി, ഏകാന്ത ജീവിതത്തിൽ ആഗ്രഹം, ഈശ്വരഭക്തി, ശോകകരമായ ജീവിതത്തെപ്പറ്റി പറഞ്ഞ് രസിക്കുന്ന സ്വഭാവം എന്നിവ ഫലമാകും. ഈ മണ്ഡലം താണിരുന്നാൽ അവൻ നിത്യദുരിതം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അടുത്തതായിട്ട് വരുന്നത് സൂര്യമണ്ഡലമാണ്. സൂര്യമണ്ഡലം ഉയർന്നിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർ ഉത്കൃഷ്ട കുലജാതരും സന്മാർഗ നിരതരും ധനമുള്ളവരും വായനക്കാരും ബന്ധുജനങ്ങളോടൊക്കെ പ്രിയമുള്ളവരൊക്കെ ആകും. ഇത് തീരെ താണിരുന്നാൽ വ്യഭിചാരദോഷവും ധനനാശവും ശത്രുപീഡയും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഫലത്തിൽ പറയുന്നത്. തുടർന്ന് വരുന്ന ചെറുവിരലിൻ്റെ ചുവട്ടിലായിട്ട് വരുന്നതാണ് ബുദ്ധമണ്ഡലം എന്ന് പറയുന്നത്. ആലോചനാശക്തി, ഗ്രന്ഥരചന, ഉന്നത വിദ്യാഭ്യാസം, ഗ്രഹണശക്തി, യാത്രകളിലും വിനോദങ്ങളിലും പ്രതിപത്തി ഇവയുള്ള സ്ത്രീ പുരുഷന്മാരുടെ കയ്യിൽ ബുധമണ്ഡലം ഉയർന്നതായിരിക്കും. താണ ബുധമണ്ഡലമുള്ളവർ വിദ്യാഭ്യാസം കൊണ്ട് ഉപജീവനം നടത്തും, അല്ലെങ്കിൽ കാലായാപനം നടത്തും എന്നുള്ളതാണ് വരുന്നത്. തുടർന്നുള്ള ഒരു മണ്ഡലം വരുന്നത് ചന്ദ്രമണ്ഡലം. വിശാലവും ഉന്നതവുമായിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർ ഭാഗ്യമുള്ളവരും കവിത രചയിതാക്കളും ഗ്രന്ഥ നിരൂപകന്മാരും ആകുന്നു. ഇവർക്ക് ധനശേഷി ഇല്ലെങ്കിൽ തന്നെയും ജീവിതം അത്യന്തം സന്തോഷപ്രദമായിട്ട് പോകും. ചന്ദ്രമണ്ഡലം ഉയർന്നിരുന്നാലാണ്. ചന്ദ്രമണ്ഡലം താണിരുന്നാൽ ഒരു ഇരുണ്ട ജീവിത അനുഭവമായിരിക്കും ഈ പറഞ്ഞ ചന്ദ്രമണ്ഡലം കൈപ്പത്തിയിൽ താഴ്ന്നിരിക്കുന്ന ആൾക്കാർക്ക് വരുന്നത് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് കൈവെള്ളയിൽ വരുന്ന മണ്ഡലങ്ങളുടെ ഫലങ്ങൾ വരുന്ന രീതികൾ എങ്ങനെയൊക്കെ എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് മൊത്തം കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുവാനോ അതിലൊരു ധാരണയിലെത്തുവാനോ സാധിക്കുകയുള്ളൂ എന്ന് ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുക. കൂടാതെ തന്നെ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ ഇത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.